പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 63. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും. അവർ വാളിനിരയാകും. അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും. നുണയരുടെ വായ് അടഞ്ഞുപോകും. സകലത്തിൻ്റെ നാഥനായ ദൈവമേ, നിന്റെ വലതു കൈ ഞങ്ങളെ താങ്ങി നിർത്തുകയും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സങ്കടങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ ഞങ്ങളുടെ ഹൃദയം തപിക്കുമ്പോൾ നിന്റെ ശക്തിയും മഹത്വവും ദർശിപ്പാനും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിപ്പാനും നിന്റെ വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് മജ്ജയും മേധസ്സും ഉയർന്ന് ആരോഗ്യവാന്മാരായിരിക്കുന്നവരെ പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആരോഗ്യമുണ്ടാകുവാനും അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെപ്പോഴും ആനന്ദിപ്പാനും സഹായിക്കണമേ. സകലത്തിൻ്റെ നാഥനായ ദൈവമേ, നിന്റെ സ്നേഹത്തിലായിരിക്കാൻ നിന്റെ സങ്കേതത്തിൽ സമാധാനം അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും.